ഒരു 8 വയസ്സുകാരൻ വിഷം കലർന്ന പാല് കുടിച്ചു, എന്നിട്ടും രക്ഷപ്പെട്ടു. 8 വയസ്സ്. പക്ഷെ ആ ജ്യോതിശാസ്ത്രപ്രകാരം 7 വർഷം മുമ്പല്ലേ? നിൽക്ക്, ഞാൻ നിന്നെ സഹായിക്കാം. അതൊക്കെ പറക്കിയെടുക്ക. ഈ കടലാസുകൾ അറിയാതെ പോലും ആരുടെ കയ്യിലും പെടാൻ പാടില്ല. ഒരു 8 വയസ്സുകാരൻ ഒരു ചത്ത പക്ഷിയെ ജീവിപ്പിച്ചു. മരിച്ച കുട്ടിയെയും ഉയർപ്പിച്ചു. ഇവന്റെ പ്രായം ആ ജ്യോതിഷി പറഞ്ഞതുമായി ചേരുന്നുണ്ട്. എന്റെ കുതിരയെ തയ്യാറാക്ക്. എനിക്ക് ഈ കുട്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണം. വളരെ നന്നായിരിക്കുന്നു. എനിക്ക് നിന്നെ യഥാർത്ഥ വഴിയിൽ എത്തിക്കാനായതിൽ ഒരുപാട് ആശ്വാസമുണ്ട്. ഇവന്റെ മുഖത്തേക്ക് നോക്കൂ, എന്ത് ശാന്തതയാണ്. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ഈ ശാന്തത ഇവനിൽ എപ്പോഴും ഉണ്ടാകണമെന്നാണ്. ദൈവം സഹായിച്ച ജ്യോതിഷി പറഞ്ഞത് തെറ്റായാൽ മതിയായിരുന്നു. ഇന്ന് രാത്രി നമ്മൾ ഇവിടെയാണ് തങ്ങുന്നത്. ശരി. നേരം പുലരുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് മടങ്ങും. നീ കുതിരയെ പോട്ട്. തരൂ തിരുമനസെ, ഞാൻ പൊളിച്ചുതരാം. ഹേ വേണ്ട, ഈ കാഠിന്യമേറിയ പുറന്തോട് എന്നെ ഏറെ ബുദ്ധിമുട്ടിച്ചിരിക്കുകയാണ്. ഒരിക്കൽ ഈ തോട് പൊളിച്ചു മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഈ മധുരമുള്ള പഴം എനിക്ക് സമാധാനമായി ആസ്വദിച്ച് കഴിക്കാം. ഇവൻ നമ്മുടെ രാജ്യത്തെ സൈനികരിൽ ഒരാളാണല്ലോ. ഇപ്പോൾ ഈ കളികളെല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. യുവരാജാവ് മനഃപൂർവ്വമാണ് ആ കുട്ടിയെ തിരയാൻ എന്നെ വിട്ടത്. എന്നിട്ട് എന്നെ ഇവിടെ വെച്ച് കൊല്ലാനായിരുന്നു പദ്ധതി. ഇക്കാര്യം അവൻ കൊട്ടാരത്തിൽ വെച്ച് ചെയ്തിരുന്നെങ്കിൽ എല്ലാവരും അവനെ സംശയിച്ചേനെ. ജന്മദിനാശംസകളേശു. ജന്മദിനാശംസകളേശു.
ആഷിക യാക്കൂബിനും യേശുവിനെ കുറിച്ചല്ലാതെ മറ്റൊരു ചിന്തകളും ഇല്ല. വാ ചോട്ടു, നമുക്ക് വേറെയും പണികൾ ചെയ്യാനുണ്ട്. ഒന്നകത്തേക്ക് വാ, നിങ്ങളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ആഹാ, കൊള്ളാലോ. ആഷിയ, യാക്കൂബ്, രണ്ടുപേരും ചെയ്തത് വളരെ നല്ല കാര്യമാണ്. ഞാനൊരു കാര്യം ശ്രദ്ധിക്കുകയായിരുന്നു. യേശുവിന്റെ ജന്മദിനത്തിൽ ഏറ്റവും നന്നായി പെരുമാറുന്നത് ആരാണോ അവർക്ക് ഞാൻ പ്രത്യേകമായി ഒരു വിശേഷപ്പെട്ട സമ്മാനം നൽകുന്നുണ്ട്. പിന്നെ മോനെ യേശു, ജന്മദിനാശംസകൾ. സന്തോഷമായിട്ടിരിക്കെ. ഞാൻ നിങ്ങളെക്കാളൊക്കെ മുതിർന്നതാണ്, അതുകൊണ്ട് പിതാവിന്റെ പ്രത്യേക സമ്മാനം എനിക്ക് തന്നെ കിട്ടണം. ജ്യേഷ്ഠ, ജ്യേഷ്ഠൻ പറയുന്നത് ശരിയാണ്. അല്ല, നിങ്ങൾ മൂന്നൂര് എന്താ ചെയ്യുന്നേ? ചെല്ല്, വേഗം ചെന്ന് അടുക്കളയിൽ അമ്മയും പിന്നെ ചെറിയമ്മയും സഹായിക്കേ. ചെല്ല് ചെല്ല്, വേഗം പോ. ചെല്ല് ചെല്ല് ആഷിയ, ചെല്ല്. നീ നോക്കിക്കോ യേശു, ഞാൻ നിന്റെ ജന്മദിനം അടിപൊളിയാക്കും. യേശു, ഇത് പിടിക്ക്, നിന്റെ മുഖം തുടയ്ക്ക്. യേശു, ഇന്നത്തെ ദിവസം ഞാൻ എന്റെ എല്ലാ കളിപ്പാട്ടങ്ങളും നിനക്ക് കളിക്കാൻ തരാം. ഇനി എന്തെങ്കിലും വേണോ? അല്ല മേരി, കുട്ടികളൊക്കെ എവിടെ? നിൽക്ക്, ഞാൻ വിളിക്കാം. യേശു, ചേട്ടനെ വിളിച്ചോണ്ട് വേഗം ഇങ്ങ് വാ, വന്ന് കഴിക്ക. ആ വാ. മെല്ലെ, യാക്കൂബ് പതിയെ. ചെറിയമ്മേ, എന്റെ കുഞ്ഞനുജൻ യേശുവിന് ഞാൻ തന്നെ കൊടുക്കാം. നന്ദിയുണ്ട് ജ്യേഷ്ഠ. പക്ഷെ ഞാനിന്ന് ഭക്ഷണം കഴിക്കുന്നില്ല. പക്ഷെ എന്തു പറ്റി? അതെന്റെ വയറ്റിൽ നന്നായി സ്ഥലം ഒഴിവാക്കി വെക്കണ്ടേ അമ്മേ? എങ്കിലല്ലേ ഉച്ചയ്ക്കുള്ള വിരുന്നിന് എനിക്ക് കുറെ ഭോജനം കഴിക്കാൻ പറ്റും. ശരിക്കും നമ്മുടെ മകന്റെ മനസ്സിൽ എന്താ ഉള്ളത്? വിരുന്നിന്റെ സമയമാകുമ്പോഴേ ശരിക്കും ഇവൻ എന്താ ആഗ്രഹിക്കുന്നതെന്ന് പറയാൻ പറ്റൂ. എന്റെ പിതാവേ, അങ്ങേക്കും റബ്ബി ഗുരുവിനും സേവനം ചെയ്യാനുള്ള പ്രാപ്തി അങ്ങ് എനിക്ക് തരണമേ. അച്ഛാ, എനിക്ക് വിശക്കുന്നു, എന്തെങ്കിലും കഴിക്കാൻ. അച്ഛന് സമ്മതമാണെങ്കിൽ ഞാൻ അച്ഛനുണ്ടാക്കിയ കളിപ്പാട്ടങ്ങൾ വിറ്റ്. അതിന്റെ ഒന്നും ആവശ്യമില്ല, അതിൽ തൊട്ടുപോകരുത്. റബ്ബി ഗുരു നമ്മോട് വിലക്കിയതല്ലേ. കളിപ്പാട്ടം ഉണ്ടാക്കാനും പാടില്ല, വിൽക്കാനും പാടില്ല. അദ്ദേഹത്തെ എപ്പോഴും ദേഷ്യം പിടിപ്പിച്ച് ദൗർഭാഗ്യം വിളിച്ചു വരുത്താൻ ഞാനില്ല. ഒരു ദിവസം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ മരിച്ചൊന്നും പോകില്ല. ഞാൻ റബ്ബി ഗുരുവിന്റെ അടുത്തേക്ക് പോകുക. ഒരു ദിവസം കൂടി ഞാൻ എങ്ങനെ വിശന്നിരിക്കും? എന്തെങ്കിലും ഒരു വഴി കാണിക്കൂ ദൈവമേ.
പരമപിതാവിനോട് പ്രാർത്ഥിക്കുകയായിരുന്നു മന്നു? അതെ, ഞാൻ വെറുതെ പ്രാർത്ഥിച്ചതാ. പക്ഷെ നീ ഇവിടെ എന്താ യേശു? ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കാൻ വന്നതാ. എന്നോടോ? പക്ഷെ നിനക്ക് തരാൻ എന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ. ഉണ്ട്. എന്റെ ജന്മദിനത്തിൽ നിനക്ക് മാത്രമേ എനിക്ക് ഈ സമ്മാനം നൽകാൻ സാധിക്കൂ. എനിക്ക് വളരെ നന്നായി വിശക്കുന്നു. ഈ യേശു സഹോദരൻ എവിടെ പോയിരിക്കുകയാ? ദേ യേശു ജ്യേഷ്ഠൻ വരുന്നു. ഏയ് മന്നു, അകത്തേക്ക് വാ. അത് ശരി, യേശുവിന്റെ ആഗ്രഹം ഇതായിരുന്നു. ഇരിക്ക്. ശരി, ഇനി നമുക്ക് വിരുന്ന് ആരംഭിക്കാം. ഇന്ന് നീ യേശുവിന്റെ വിശിഷ്ട അതിഥിയാണ്. അതുകൊണ്ട് ഞാൻ ആദ്യം നിനക്ക് വിളമ്പാം. കഴിക്കു മോനെ, കഴിക്കൂ. കഴിക്കുമന്നു. അച്ഛാ, എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്. ഇന്നലെ മുതൽ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. വിശക്കുന്നു വിശക്കുന്നു, ഇത് പിടിക്കേ. ഇതിലാകെ പുഴുക്കളാണല്ലോ. കഴിക്കുമന്നു. പിന്നെ മോനെ, മോന്റെ അച്ഛൻ എന്താ ചെയ്യുന്നേ? എന്റെ അച്ഛൻ റബ്ബി ഗുരുവിന്റെ അടുക്കൽ ജോലി ചെയ്യുകയാണ്. ഇതൊരു തുടക്കം മാത്രമാണ്. വരും കാലങ്ങളിൽ ഇനി എത്ര ആളുകൾക്കാണ് മന്നുവിനെ പോലെ യേശുവിന്റെ കൈകളിൽ നിന്നും ദൈവത്തിന്റെ അനുഗ്രഹം ലഭിക്കാൻ പോകുക? മോനെ, ഇനി നീയും യാക്കൂബിനെ പോലെ യേശുവിന്റെ അടുത്ത കൂട്ടുകാരനായിരിക്കും. അതുകൊണ്ട് നിനക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ വന്ന് നിനക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം. ഇത് നിന്റെ സ്വന്തം വീടാണെന്ന് കരുതിയാ മതി. മനസ്സിലായോ? ഞങ്ങൾക്ക് എല്ലാവർക്കും അത് സന്തോഷമായിരിക്കും. സത്യമായിട്ടും എനിക്ക് എപ്പോ വേണമെങ്കിലും? അതെ, നിനക്ക് വേണമെന്ന് തോന്നുമ്പോഴൊക്കെ. ഇല്ല, അച്ഛൻ എന്നെ വരാൻ അനുവദിക്കില്ല.
എന്നെ വിരുന്നിന് വിളിച്ചതിന് നന്ദിയുണ്ട് യേശു. എനിക്ക് വേഗം തിരികെ പോണം, അല്ലെങ്കിൽ അച്ഛന് ദേഷ്യം വരും. ഈ മന്നുവിന്റെ അച്ഛൻ ആരാ? റബ്ബി ഗുരുവിന്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾ. അതെ, അയാളാണ് മേരി ചെറിയമ്മേ. അന്ന് നിങ്ങളെ എല്ലാവരെയും റബ്ബി ഗുരുവിന്റെ സഭയിലേക്ക് പ്രത്യേകമായി ക്ഷണിക്കാൻ വന്നില്ലേ? ആ കളിപ്പാട്ടക്കാരൻ. ഈ റബ്ബി ഗുരു ഒരു ഭയങ്കരൻ തന്നെയാണ്. ഇന്നലെ രാത്രി ഇയാളുടെ കണ്ണുകളിൽ ദേഷ്യത്തിന്റെ തീയായിരുന്നു. ഇപ്പോ കണ്ടില്ലേ എത്ര ശാന്തമായിട്ടാണ് ഇരിക്കുന്നതെന്ന്. നിന്റെ പ്രവർത്തനങ്ങൾ കാണുന്നത് തന്നെ വളരെ രസകരമാണ്. കേട്ടോ കപട സന്യാസി? മാർഗം മാത്രമല്ല, അത് നടപ്പിലാക്കാനുള്ള ആളെയും ഞാൻ തിരഞ്ഞെടുത്തു കഴിഞ്ഞു. എന്റെ ഉത്തരവുകൾ പൂർണ്ണ മനസ്സോടെ ദൈവത്തിന്റെ ഉത്തരവായി സ്വീകരിക്കുന്ന ഒരാൾ. നിൽക്കുമനു. എന്നോട് ക്ഷമിക്കൂ യേശു, എനിക്ക് അധിക നേരം നിൽക്കാനാവില്ല. ഞാൻ നിന്നെ തടയാൻ വന്നതല്ല, നിന്നോടൊരു കാര്യം പറയാൻ വന്നതാ മന്നു. ഇന്നലെ രാത്രി ഞാൻ പരമപിതാവിനോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. നീയും അതുപോലെ പരമപിതാവിനോട് പ്രാർത്ഥിക്കണം. നിന്റെ പ്രാർത്ഥന കേൾക്കാനായി ഞാനും എന്തായാലും പ്രാർത്ഥിക്കും. നീ എന്താവശ്യപ്പെട്ടാലും അത് നിനക്ക് എന്തായാലും കിട്ടും. പിന്നെ എന്റെ ജന്മദിനത്തിന്റെ വിരുന്നിന് പങ്കെടുത്തതില് നന്ദിയുണ്ട്. എന്റെ പിതാവേ, എനിക്ക് ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. എന്റെ അച്ഛൻ വീണ്ടും പഴയതുപോലെ കളിപ്പാട്ടങ്ങൾ വിൽക്കണം. അറിയില്ല, മന്നുവിന്റെ ദുഃഖം എത്രയും പെട്ടെന്ന് മാറ്റിയാൽ മതിയാവൂന്ന് എന്റെ മനസ്സിപ്പോൾ എന്നോട് പറയുന്നു. ഇനി നിങ്ങൾ എല്ലാവരും, നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ കണ്ണുകൾ തുറന്നുകൊള്ളൂ. ഈ പൂക്കൂടയ്ക്കുള്ളിൽ പല പല കാര്യങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ട്. നിങ്ങൾ ഓരോരുത്തരായി മുന്നോട്ട് വരൂ, എന്നിട്ട് ഏതെങ്കിലും ഒന്ന് അതിൽ നിന്ന് എടുക്കൂ. ദൈവം ആരിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറയാം. താങ്കൾ മുന്നോട്ട് വരൂ. റബ്ബി, ഈ റബ്ബിയിലൂടെ എന്ത് സന്ദേശമാണ് തരാൻ ആഗ്രഹിക്കുന്നത്? പ്രഭോ, ഇവിടെ വരൂ. പ്രഭു നിന്നോട് ദേഷ്യത്തിലാണ്. എന്തിന്?